ഈ വിഷുക്കാലം 3-4 വർഷം മുമ്പേ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ അബുദാബിയിലിരിക്കുന്നു. ഇതൊരു നൊസ്റ്റാൾജിയ പോലെ ഞാനെടുത്ത് ഇന്ന് പോസ്റ്റ് ചെയ്യാണ്. ഇന്നലെ എല്ലാവരും വിഷുക്കണി കണ്ട് കാണും. എൻ്റെ 4 വർഷങ്ങൾക്ക് മുമ്പുള്ള വിഷുക്കണിയാണിത്. ഞാൻ വളരെ അമൂല്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ കാണാം, ലാസ്റ്റ് വരുമ്പോൾ ലൈറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഈ വെളിച്ചത്തിൽ, എന്താ പറയുക, നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അത്ര ക്ലിയർ അല്ല, പക്ഷേ ലാസ്റ്റ് ഞാൻ ലൈറ്റ് ഇടുന്നുണ്ട്, അപ്പോൾ എല്ലാം കാണാം. കണിവെള്ളരി കണിക്കൊന്നയിലിരിക്കുന്നു. നിറയെ കണിക്കൊന്ന കിട്ടിയിരുന്നു ആ സമയത്ത്. മോളുടെ കോളേജിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നത് അവളും ഞങ്ങളുടെ ഡ്രൈവറും കൂടെ പോയി നിറച്ച്. ഇപ്പോൾ കാണാൻ നല്ല സമൃദ്ധമായിട്ടുള്ളൊരു കണിയാണിത്. എല്ലാം ഉണ്ട് അതിനകത്ത്. പച്ചക്കറികൾ മുതൽ അരി, നെല്ല്, പിന്നെ പാവളക്ക്, പിന്നെ ആറന്മുള കണ്ണാടി, പിന്നെ മഞ്ഞപ്പട്ടിന് പകരം എൻ്റെ സെറ്റ് മുണ്ടാണ്, ഉടുക്കാത്ത ഒരു സെറ്റ് മുണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ വെള്ളി വിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ദീപം, നിറയെ നാണ്യങ്ങൾ, ഭഗവാൻ സത്യസായി ബാബ, മഞ്ഞപ്പട്ടുടുത്ത ഉണ്ണിക്കണ്ണൻ, എല്ലാം ഉണ്ട് അതിനകത്ത്. കുറച്ച് സ്വർണം. പിന്നെ ഞാൻ എന്നും ഈ മണ്ഡപത്തിലാണ് ഞാൻ എൻ്റെ ഭഗവാന്മാരെയൊക്കെ വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ഇതിലാണ് വെച്ചിരിക്കുന്നത്, രൂപങ്ങളാണ്. അതുകൊണ്ട് ആ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഞാൻ എന്നും വിളക്ക് കത്തിക്കുക അവിടെ മദ്രാസിൽ വെച്ചിട്ട്. കിട്ടാവുന്ന പച്ചക്കറികളെല്ലാം ഞാൻ സംഘടിപ്പിച്ചു. പിന്നെ കുറച്ചുകൂടെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ 2-3 വിളക്കുകളും കൂടി ഇടയിൽ വെച്ച് നോക്കി. പക്ഷേ ഇത്ര വെളിച്ചമേ കിട്ടിയുള്ളൂ. എന്നാലും വളരെ നിറവോടുകൂടി ഞാൻ ആഘോഷിക്കാറുണ്ട് വിഷു. ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു നിറവ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. സാരമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കാട്ടുകോഴിക്ക് എന്ത് വിഷുവും സംക്രാന്തിയും അല്ലേ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരും നാട് വിട്ട് കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ. കൊന്നപ്പോൾ കുറച്ച് വാടിയിരുന്നു രാവിലെ ആയപ്പോഴേക്കും, തലേന്ന് വെച്ചതല്ലേ. എന്നാലും നല്ല ഒരു നിറവുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ലൈറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ കുറച്ചെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന്. അന്നൊന്നും ഇങ്ങനെ യൂട്യൂബ് തുടങ്ങുമെന്നോ അതൊന്നും ഇല്ലായിരുന്നല്ലോ. കണ്ടോ, ഒരു ഗ്ലിംസ് ഉണ്ട് ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ.